ഹായ് നമസ്കാരം, ഞാൻ ഗോപനാണ്. ഇന്ന് ഞാൻ പറയാൻ വരുന്നത് പുഷ്പ 2 എന്ന ബ്രഹ്മാണ്ഡ സിനിമയെക്കുറിച്ചാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ തുടങ്ങിയവരെല്ലാം അഭിനയിച്ച് വളരെ മികവുറ്റതാക്കിയ ഒരു സിനിമയാണ് സുകുമാർ സംവിധാനം ചെയ്ത, കഥ എഴുതി സംവിധാനം ചെയ്ത പുഷ്പ 2. ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് പുഷ്പ 2. പുഷ്പ 1 എന്ന് പറയുന്ന സിനിമ ഒരുപാട് പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുകയും അതുമൂലം അല്ലു അർജുൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറുകയും ചെയ്തിരുന്നു പുഷ്പ 1-ലൂടെ. അതുകൊണ്ട് തന്നെ ദേശീയ അവാർഡ് വരെ അദ്ദേഹം കരസ്ഥമാക്കി. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി കഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. 3-4 വർഷം അതിനുവേണ്ടി നടന്ന് വേറൊരു സിനിമ പോലും ചെയ്യാൻ പറ്റാതെ അതിനുവേണ്ടി തന്നെ ചിലവഴിച്ചൊരു പടമാണ് പുഷ്പ 2. അതുകൊണ്ട് തന്നെ അത് പ്രേക്ഷകർ ഒരുപാട് വെയിറ്റ് ചെയ്തൊരു പടമാണ്. അല്ലു അർജുൻ്റെ ഒരു സിനിമ എന്ന ലെവലിൽ അത് കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്ത സിനിമയാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഡേ, അതായത് ഡിസംബർ 5 റിലീസായപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. വളരെ തിരക്കായിരുന്നു. കംപ്ലീറ്റ് യൂത്തായിരുന്നു പടത്തിന് വരുന്നത്. കംപ്ലീറ്റ് കോളേജ് കുമാരന്മാരാണ് ഫുള്ളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രിയ താരത്തെ അല്ലു അർജുന് ഭയങ്കരമായ സ്വീകരണം തന്നെയാണ് പടത്തിന് ലഭിച്ചിരിക്കുന്നത്. തന്നെയല്ല, കേരളത്തിൽ നല്ല റിപ്പോർട്ടാണ്. ഒരുപാട് കളക്ഷൻസ് നേടിക്കൊണ്ടിരിക്കുന്നു, ഭയങ്കരമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് പുഷ്പ 2 എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൽ ചില നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, ഈ സിനിമ ഒരു 3.5 മണിക്കൂറിന് മുകളിലുണ്ട്. അത് പക്ഷേ സമയം പോകുന്ന അറിയില്ല. എങ്കിൽ പോലും ഇതിൽ കുറച്ച് സീനുകൾ കുറച്ച് ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് ഈ എന്താ പറയുക, സെൻറ്റിമെൻറ്റ്സ്, പാസം തുടങ്ങിയ സംഭവങ്ങൾ കുത്തിയറച്ചിട്ട് ഒരു അരമണിക്കൂറോളം അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് വരുന്ന ഒരു അരമണിക്കൂറോളം കുറച്ച് ബോറിങ്ങും ലാഗിങ്ങും അതിനനുസരിച്ച് തിയേറ്ററിൽ കൂവലും ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. മനസ്സിലാവണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ 30 മിനിറ്റ് ഈ പടം എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ്സ് വരില്ല. അപ്പോൾ സിനിമയ്ക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് വന്നു. പക്ഷേ അല്ലു അർജുൻ്റെ ഒറ്റ പേരിൽ പടം വിജയിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ല കാശ് മേടിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ മാത്രമാണ് ചെറിയ വിയോജിപ്പുള്ളത്. മനസ്സിലാവണ്ടോ? ഈ അമിതമായ പാസം, തങ്കച്ചി പാസം, അമ്മപ്പാസം, അനിയൻ ചേട്ടൻ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. ശരിക്കും ആണെങ്കിൽ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് സുകുമാർ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത്. കാരണം ഇതൊരു ആക്ഷൻ പടം അല്ല. അതിനൊപ്പം തന്നെ കുറച്ച് ഫാമിലിക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കുറച്ച് സീൻ കയറ്റി. പക്ഷേ ഫാമിലിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കാം. പക്ഷേ യൂത്തിനെ സംബന്ധിച്ച് അത് വളരെയേറെ ഒരു ബോറടിപ്പിക്കുന്ന മാതിരി ഫീലാണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മാതിരി കുറച്ചും കൂടി ഒന്ന് ലാഗ് കുറച്ചാൽ ചിലപ്പോൾ കുറച്ചും കൂടി നല്ലൊരു വർക്കായിരിക്കും. നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവ് മാത്രം കിട്ടാവുന്ന ഒരു വർക്കിലേക്ക് നമുക്ക് മാറാമായിരുന്നു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പടം എന്തായാലും ഒരു തവണ തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സംഭവം തന്നെയാണ്. വളരെ ഗംഭീരമായിരുന്നു. പിന്നെ നല്ല സീനുകൾ, ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. നല്ല രസകരമായ സീനുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സുകുമാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നമുക്ക് കണ്ടിരിക്കാം, വിഷയമൊന്നുമില്ല. ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് തോന്നുന്നത് പുഷ്പ 2. പുഷ്പ 3യിലേക്കുള്ള ഒരു കണക്ഷൻ വെച്ചിട്ടാണ് പടം അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പുഷ്പ 2-ൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ കഥകളിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം നമ്മൾ കണ്ടറിയുന്നത് തന്നെ വേണ്ടേ. നമ്മൾ വെറുതെ ഈ വിമർശനം എന്ന പേരിൽ കഥ പറയുന്നത് വലിയ താല്പര്യവും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് പുഷ്പ 2. രസകരമായിട്ട് കണ്ടിരിക്കാം. ചില നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും കാണാം. ഒരു തവണ ഈ തിയേറ്ററിൽ പോയി കാണേണ്ട പടം തന്നെയാണ് പുഷ്പ 2 എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും പുഷ്പ 2 കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പുതിയ ഒരു സിനിമയുടെ വിമർശനവുമായി അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായവുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.